ആസ്ക് റുപ്പിമങ്കിൻ്റെ ചെറിയ വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകളുടെ ടാക്സിനെ പറ്റിയിട്ടാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ നമ്മൾ ഇടുന്ന പൈസയ്ക്ക് നമ്മൾ കിട്ടുന്ന റിട്ടേണിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. ഈ ടാക്സ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നും രണ്ടായിട്ട് നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ രണ്ട് തരത്തിലുണ്ടല്ലോ. പ്രധാനമായിട്ടും ഉള്ളത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ, ഷെയറുകൾ അടിസ്ഥാനപ്പെടുത്തി വർക്ക് ചെയ്യുന്ന ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കടപ്പത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വർക്ക് ചെയ്യുന്ന ബോണ്ടുകളും കടപ്പത്രങ്ങളിലൊക്കെ അടിസ്ഥാനപ്പെടുത്തി വർക്ക് ചെയ്യുന്നത് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് മ്യൂച്വൽ ഫണ്ടുകൾക്കും രണ്ട് രീതിയിലാണ് ടാക്സിൻ്റെ ശതമാനമുള്ളത്. ഇപ്പോൾ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകൾ, അതായത് ചെറിയ റിട്ടേൺ, ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയുള്ള എമൗണ്ടുകളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റിന് അത്രയൊക്കെ റിട്ടേൺ തരുന്ന ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകൾ 3 വർഷത്തിനുള്ളിൽ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭം നമ്മളുടെ ടാക്സ് ബ്രാക്കറ്റ് എത്രയാണോ, നമ്മൾ 10% ടാക്സ് കൊടുക്കുന്ന ആളാണോ, 20% ആണോ, 30% നമ്മളുടെ ഇൻകത്തിനനുസരിച്ച് നമ്മൾ ടാക്സ് കൊടുക്കണമല്ലോ. ആ ഇൻകത്തിനനുസരിച്ച് ആ ഇൻകത്തിലേക്ക് ഈ ഇൻകം കൂട്ടുകയോ അതിന് അനുസരിച്ച് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ടും ഉണ്ട്. അതാണ് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ സിറ്റുവേഷൻ. അതേസമയം 3 വർഷത്തിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് അറിയാമോ? 3 വർഷത്തിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ 3 വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് പിൻവലിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലാഭത്തിന് നമ്മൾ 20% ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. 20% ടാക്സ് എന്ന് പറയുന്നെങ്കിൽ സ്ട്രെയിറ്റ് അവേ 20% അല്ല, 20% നമ്മൾ എടുക്കുന്ന സമയവും ഇന്നത്തെ നമ്മൾ പിൻവലിക്കുന്ന സമയവും തമ്മിലുള്ള ആ സമയത്തിലുണ്ടാകുന്ന പണപ്പെരുപ്പത്തിൻ്റെ അളവും കൂടെ കുറയ്ക്കും. അതായത് എടുക്കുന്ന സമയത്തെ പണപ്പെരുപ്പവും ഇന്നത്തെ പണപ്പെരുപ്പവും തമ്മിൽ ഒരു 6% വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ 20 - 6, അതായത് 14% ടാക്സ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ സിറ്റുവേഷൻ. അതേസമയം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ, ഷെയർ അധിഷ്ഠിതമായിട്ടുള്ള ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ 1 വർഷത്തിനുള്ളിൽ വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും. അത് 15%, ലാഭത്തിൻ്റെ 15% നമ്മൾ കൊടുക്കണം. 1 വർഷത്തിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 10% മാത്രമേ ടാക്സ് കൊടുക്കുള്ളൂ. പക്ഷേ നമ്മൾക്ക് അതിൽ നിന്ന് 1 ലക്ഷം രൂപ വരെ 1 വർഷം നമുക്ക് ടാക്സ് ഇനത്തിൽ ലാഭിക്കാനായിട്ട് സാധിക്കും. ഇതിനെ പറ്റിയിട്ട് കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആസ്ക് RupeeMonk സർവീസിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ നമ്പറാണ് കാണിച്ചിട്ടുള്ളത്, 8848030018. ഈ വീഡിയോ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക.